നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ പ്രീ ക്വാർട്ടർ ആദ്യപാദ മത്സരങ്ങൾ ഇന്നും തുടരുന്നു. ഇന്നലെ ഇന്നുമാണ് കളി. ഇന്നാണ് ശരിക്കും പോരാട്ടങ്ങളുടെ ദിവസം, വമ്പൻ പോരാട്ടങ്ങളുടെ ദിവസം. ആഴ്സണൽ ഇറങ്ങുന്നുണ്ട്, ലെവർക്യൂസനാണ് എതിരാളികൾ. PSG-യും ചെൽസിയും തമ്മിലൊരു പോരാട്ടം. കഴിഞ്ഞ ക്ലബ്ബ് വേൾഡ് കപ്പിൻ്റെ ഫൈനലിൽ നടന്നതിന് പകവീട്ടുമോ PSG എന്നതാണ് ചോദ്യം. മാഞ്ചസ്റ്റർ സിറ്റി, റയൽ മാഡ്രിഡ് സ്വാഭാവികമായി കഴിഞ്ഞ 4-5 കൊല്ലമായിട്ട് നമ്മൾ ചാമ്പ്യൻസ് ലീഗിൽ കണ്ടുകൊണ്ടേയിരിക്കുന്നതാണ്. അത് വീണ്ടും ഒരിക്കൽ കൂടി കാണാം. അതേസമയം ബോഡോ ഗ്ലിംറ്റ് ഉണ്ടല്ലോ, വമ്പന്മാർക്ക് പണി കൊടുത്ത് പ്രീ ക്വാർട്ടർ വരെ എത്തിയ ബോഡോ ഗ്ലിംറ്റിന് സ്പോർട്ടിംഗ് CP ആണ് എതിരാളികൾ. അപ്പോൾ ഇന്നത്തെ മത്സരങ്ങൾ ഇന്നലത്തേതിനേക്കാൾ കടുത്ത പോരാട്ടങ്ങളാണ്. മത്സരങ്ങളുടെ സമയക്രമം നോക്കാം. രാത്രി 11:15 ബയർ ലെവർക്യൂസൻ ആഴ്സണലുമായിട്ട് കളിക്കുന്നത്. ലെവർക്യൂസൻ്റെ മൈതാനത്താണ് കളി. നിലവിൽ മിന്നും ഫോമിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ആഴ്സണലാണ് ലെവർക്യൂസൻ്റെ മൈതാനത്ത് പോയി അവർ ആധിപത്യം സ്ഥാപിക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ആരാധകരുള്ളത്. PSG വേഴ്സസ് ചെൽസി പോരാട്ടം രാത്രി 1:30. ഞാൻ പറഞ്ഞല്ലോ, ക്ലബ്ബ് വേൾഡ് കപ്പിൽ PSG-യെ തോൽപ്പിച്ചുകൊണ്ട് കിരീടം ചൂടിയതാണ് ചെൽസി. പക്ഷേ ആ കാലമൊക്കെ പോയി. കുറേ താരങ്ങൾ, കുറേ കോച്ചൊക്കെ മാറി, അങ്ങനെയൊക്കെയുള്ളൊരവസ്ഥയിലാണ്. ഇപ്പോൾ എസ്റ്റവായോ ഇന്നത്തെ കളിയും കളിക്കില്ല, ഈ കളിക്ക് അധികം റെഡി ആവില്ല എന്നാണ് റിപ്പോർട്ട്. എന്തായാലും PSG-യെ ചെൽസി വീഴ്ത്തുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. PSG-യുടെ മൈതാനത്താണ് കളി നടക്കുന്നത്. അല്ലെ, കോച്ച് ലൂയിസ് എൻട്രിക്കയോട് ചോദിച്ചു, ഒന്നാമത്തെ UCL നേടുന്നതാണോ രണ്ടാമത്തെ UCL നേടുന്നതാണോ ബുദ്ധിമുട്ട്, കൊല്ലം നിങ്ങൾക്ക് കിട്ടുമോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന് മറുപടി ഒന്നാമത്തെ തന്നെയാണ് എപ്പോഴും പ്രശ്നം, ഇത്തവണ കാര്യങ്ങൾ പോസിറ്റീവാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം. പക്ഷേ കഴിഞ്ഞ തവണത്തെ അത്രയും മികവിലാണോ PSG എന്നതും ചോദ്യമാണ്. അതേ സമയത്ത് തന്നെയാണ് ബോഡോ ഗ്ലിംറ്റ് സ്പോർട്ടിംഗ് CP-യുമായിട്ട് ഏറ്റുമുട്ടുന്നത്. ബോഡോയുടെ മൈതാനത്താണ് കളി. സ്പോർട്ടിംഗ് നല്ല ഫോമിലാണ്, പക്ഷേ ബോഡോയുടെ മൈതാനത്താണ് കളി എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. ബോഡോ അവരുടെ മൈതാനം എതിരാളികളുടെ മൈതാനമൊന്നുമില്ല, എല്ലായിടത്തും പോയി പണി കൊടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അത് തുടരും എന്നുള്ള പ്രതീക്ഷയിൽ അവരുടെ ആരാധകർ കാത്തിരിക്കുന്നു. കളി രാത്രി 1:30 തന്നെ. അതേ സമയത്ത് തന്നെയാണ് സാന്റിയാഗോ ബെർണാബ്യൂവിൽ റയൽ മാഡ്രിഡും മാഞ്ചസ്റ്റർ സിറ്റിയും തമ്മിൽ ഏറ്റുമുട്ടുന്നത്. റയലിനെ സംബന്ധിച്ചിടത്തോളം ഒരു പിടി സൂപ്പർ താരങ്ങൾ പരിക്കിൻ്റെ പിടിയിൽ പെട്ടു ഉലയുന്നൊരു സമയമാണ്. റോഡ്രിഗോ ഇല്ല, ഇന്നലെ ശസ്ത്രക്രിയ കഴിഞ്ഞു. ഇനി അദ്ദേഹം 10 മാസത്തിന് ശേഷം മാത്രമേ വരൂ. എംബാപ്പെ ട്രെയിനിങ് ആരംഭിച്ചിട്ടുണ്ടെങ്കിലും ഇന്നത്തെ കളി കളിക്കില്ല എന്ന് കോച്ച് കൺഫേം ചെയ്ത് കഴിഞ്ഞു. ബെല്ലിംഗാമും കളിക്കാനില്ല. മുന്നേറ്റത്തിൽ റയലിന് തിരിച്ചടി തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളൊരു അവസ്ഥയിൽ എന്ത് സംഭവിക്കും? വിനിയെ മാത്രം ആശ്രയിച്ചുകൊണ്ട് മുന്നേറ്റങ്ങൾ രൂപീകരിച്ചാൽ ജയിക്കാൻ പറ്റുമെന്നുള്ളതൊക്കെ കണ്ടറിയേണ്ട കാര്യമാണ്. സിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഹാലൻഡ് റെഡിയാണ്. ഹാലൻഡ് കഴിഞ്ഞ കളിയൊന്നും കളിച്ചിട്ടുണ്ടായിരുന്നില്ല, ബട്ട് ഈസ് റെഡി നൗ. കളിക്കാൻ വേണ്ടി അദ്ദേഹം ഇറങ്ങും. ഇപ്പോൾ ഇന്നലെ അൽവാരോ ആർബിലോ പറഞ്ഞില്ലേ, സിറ്റിക്കെതിരെ കളിക്കുമ്പോൾ പെപ്പ് ഗാർഡിയോളയുടെ ഭാഗത്ത് നിന്ന് എപ്പോഴും നമ്മൾ എന്തെങ്കിലും ഒരു സർപ്രൈസ് പ്രതീക്ഷിക്കണം. ഞാൻ ആ സർപ്രൈസ് പ്രതീക്ഷയാണ് ഇരിക്കുന്നത്. അപ്പോൾ പെപ്പിൻ്റെ മറുപടി വന്നിട്ടുണ്ട് അതിന്. ഒരു സർപ്രൈസ് അല്ല, ഒരു കൊട്ട സർപ്രൈസ് ഞാനിവിടെ റെഡിയാക്കിയിട്ടുണ്ട്, മെനി സർപ്രൈസസ് ഞാനിവിടെ റെഡിയാക്കിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ കാണാം ഇന്ന് എന്ത് സംഭവിക്കും സാന്റിയാഗോ ബെർണാബ്യൂവിൽ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.